നമ്മൾ പറഞ്ഞ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ കമ്മിറ്റി കണ്ടെത്തിയ എക്സ്പ്ലോയിറ്റേഷൻസ് പലരുടെയും മൊഴികളാണ്. അപ്പോൾ ആ മൊഴികൾക്ക് രഹസ്യ സ്വഭാവമുണ്ടെന്നും ആ മൊഴികൾ പുറത്തു വന്നു കഴിഞ്ഞാൽ വിക്ടിംസിൻ്റെ മാത്രമല്ല എക്യൂസ്ഡ് ആയിട്ട് വരാൻ പോകുന്ന ആളുകൾക്കും അവരുടെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും കൂടി ഇതിൻ്റെ പുറകെ നിൽക്കുന്നത്. പക്ഷേ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിക്ടിമിൻ്റെ പേരോ ഒരു എക്യൂസ്ഡിൻ്റെ പേരോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വിടുകയോ അത് ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിനേക്കാൾ മുൻപ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഫൻസ് ഉണ്ടെന്ന് കണ്ടെത്തുന്നതിനേക്കാൾ മുൻപ് ഇൻവെസ്റ്റിഗേഷന് മുൻപ് ഒന്നും പുറത്തു വരാൻ പോണില്ല. അത് കൃത്യമായി തന്നെ കോടതി തന്നെ പറയുന്നുണ്ട്, അത് ഏതൊക്കെ കാര്യങ്ങൾ നീക്കം ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങളാണ് വരാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഇങ്ങനൊരു കമ്മിറ്റി ഇത്രയധികം രൂപ ചെലവഴിച്ച് ഇത്രയധികം സമയം ചെലവഴിച്ച് സർക്കാർ സദുദ്ദേശത്തോടെ ചെയ്തിട്ടുള്ള ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുന്നിൽ വയ്ക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. കാരണം ഇത് രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു സെക്യൂരിറ്റിയെ ബന്ധപ്പെട്ട ഒരു സീക്രട്ട് അല്ല, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം വരുന്ന ഒരു സംഗതിയല്ല. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ശിക്ഷാ നിയമങ്ങൾ പ്രകാരം അത് ഏതെങ്കിലും വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തലല്ല. അങ്ങനെ യാതൊരു രീതിയിലും ഒരു പ്രൈവസിയിലേക്കുള്ളൊരു ഇൻട്രൂഡിങ് ആയിട്ടല്ല ഇത് വരാൻ പോകുന്നത്. ഇത് വരാൻ പോകുന്നത് വെച്ചാൽ അവിടെ പലതരം ഇഷ്യൂസ് ഉണ്ട്. നമ്മളാകെ ഹൈലൈറ്റ് ചെയ്യുന്നത് സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് മാത്രമാണ്, കാസ്റ്റിംഗ് കൗച്ച് എന്ന് മാത്രമാണ്. പക്ഷേ അതിന് പകരം അവിടെ ധാരാളം എക്സ്പ്ലോയിറ്റേഷൻസ്, ഈവൻ സമയപരമായിട്ട് പണപരമായിട്ട് മറ്റു പല രീതിയിലുള്ള ഇകഴ്ത്തലുകൾ, അതുപോലെ തന്നെ അങ്ങനെ ഒരു തൊഴിലാളി എവിടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ഒരു വർക്കർ ജോലി ചെയ്യുന്നു, അയാൾ അനുഭവിക്കുന്ന എല്ലാതര ചൂഷണങ്ങളും ഈ സിനിമാ മേഖലയിൽ സിനിമ ഇൻഡസ്ട്രിയിലെ ആളുകളും അനുഭവിക്കുന്നുണ്ട്. അവിടെ നടിമാരും നടന്മാരും മാത്രമല്ല, അവർ സ്റ്റാർസായിട്ട് നമ്മൾ കാണുന്നു. അതിൻ്റെ അപ്പുറത്ത് പ്രൊഡക്ഷൻ ബോയ് തൊട്ട് അവിടെ എല്ലാ തരത്തിലും ഇപ്പോൾ നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഏതൊക്കെ എഡിറ്റിങ് തൊട്ട് നമുക്കറിയാം, സൗണ്ട് മിക്സിങ് എവിടെയാണോ എല്ലാം ഒരു സിനിമ പൂർണ്ണമായി ഒരു സിനിമയായി മാറുമ്പോൾ ഒത്തിരി ആളുകൾ അതിനകത്ത് പണിയെടുക്കുന്നുണ്ട്. ഈ ആളുകൾ മുഴുവൻ പ്രോപ്പർ റെമ്യൂണറേഷൻ കിട്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടനിലക്കാരുണ്ട്, ഇപ്പോൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ. ഇപ്പോൾ ബോംബെയിൽ തന്നെ വന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു കേസിൽ പറയുന്നുണ്ടായിരുന്നു, പറഞ്ഞ പണമല്ല കിട്ടുന്നത്, അത് സപ്ലൈ ചെയ്ത ഇടനിലക്കാരാണ് ആ പണം എടുത്തിട്ട് വളരെ ചെറിയ എമൗണ്ട് അവർക്ക് കിട്ടുന്നുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് ഉള്ള ഈ മേഖലയിൽ അവരുടെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാനും ആ ഇഷ്യൂസ് പരിഹരിച്ചുകൊണ്ട് എങ്ങനെ പുതിയൊരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ഇവരെ ഈ തൊഴിലാളികളെയും ഈ ഇൻഡസ്ട്രിയെയും സംരക്ഷിക്കണം. മാത്രമല്ല പുതിയ തലമുറ, കാരണം ഇന്നത്തെ ഒരു വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായിട്ട് മാറിയിരിക്കുകയാണ് മീഡിയ എന്നുള്ളത്. അത് എല്ലാം കാരണം വെച്ചാൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു സൂപ്പർ സിനിമ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അത് ആരുടെ കയ്യിലും സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, ഇടവരവും എല്ലാം കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുതിയ ജനറേഷന് അല്ലെങ്കിൽ ഭാവിക്ക് തന്നെ എല്ലാവർക്കും സിനിമ ഉണ്ടാക്കുന്ന ആളുകളും സിനിമയായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളുകളായി മാറണം. അപ്പോൾ ഇതിനൊക്കെ തന്നെ നിർബന്ധമായി മനുഷ്യർ വ്യവഹരിക്കുന്ന മേഖലകളിൽ മനുഷ്യരെ കൃത്യമായി തന്നെ നിയന്ത്രിക്കാനായി മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന റൂൾസും നിയമങ്ങളും അനിവാര്യമാണ്. അതൊരു സൊസൈറ്റിയുടെ അനിവാര്യതയാണ്. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും പാൻറ്റിമോണിയം ഉണ്ടാക്കണം, എല്ലാവരും നമ്മൾ അടിച്ചു പിരിഞ്ഞോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ വയ്ക്കാൻ പറ്റില്ല. എല്ലാ മേഖലയിലും കൃത്യമായി തന്നെ നിയമം ഉണ്ട് എന്നതുപോലെ തന്നെ റൂൾ ഓഫ് ലോ അവിടെയും ആവശ്യമാണ്. അവിടുത്തെ പോരായ്മകൾ കണ്ടെത്തി ഒരു നിയമം ഉണ്ടാക്കലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒബ്ജക്റ്റീവായിട്ട് ഞാൻ കാണുന്നത്. കാരണം അതൊരു അനിവാര്യമായ സംഗതിയായി കഴിഞ്ഞിരിക്കുന്നു. അത്രമേൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കി വളരെ സ്വാഭാവികമായും നിഷ്കളങ്കമായും തടഞ്ഞു വെക്കപ്പെടുന്ന ഒന്നാണ്, പൊതുസമൂഹത്തിന് കിട്ടാതെ പോകുന്നതാണ് ഈ റിപ്പോർട്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങ്? വളരെ സ്വാഭാവികമായി ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. ഒരു കാര്യവും സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു നാടല്ല നമ്മളുടേത്. കൃത്യമായ ഇടപെടലുകളും കൃത്യമായി തന്നെ തീരുമാനങ്ങളുടെയും പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികത ഈവൻ പ്രകൃതിക്ക് പോലും ഇല്ലാതായി കഴിഞ്ഞ അവസ്ഥയാണ്, അവിടെയും ഇടപെടലുകളാണ്. അപ്പോൾ ഇതൊന്നും സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമല്ല. ഇതിനുള്ള കൃത്യമായ ഇടപെടലുകൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ തന്നെയാണ് നമ്മൾ കോർട്ട് ഓഫ് ലോനെ സമീപിക്കുന്നത്.